നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2025 മാർക്കിനനുസരിച്ച് തയ്യാറാക്കിയ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്നും കേരളത്തിലെ MBBSൻ്റെയും BDSൻ്റെയും പ്രവേശന നടപടികൾ കേരള എൻട്രൻസ് കമ്മീഷണർ ആരംഭിച്ചിരിക്കുന്നു. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ പേരുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും, നീറ്റ് ക്വാളിഫൈ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാൻ സാധിക്കും. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിൽ 12 ഗവൺമെൻറ് MBBS കോളേജുകളും മെഡിക്കൽ കോളേജുകളും 20ഓളം സെൽഫ് ഫിനാൻസിങ് കോളേജുകളും 6 BDS ദന്തൽ ഗവൺമെൻറ് കോളേജുകളും അതുപോലെ തന്നെ 18ഓളം BDS കോളേജുകളുമാണ് ആദ്യഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ MBBS, BDS അതുപോലെ തന്നെ സ്വകാര്യ BDS കോളേജുകളിലും ഗവൺമെൻറ് BDS കോളേജിലൊക്കെ നമുക്ക് 4 റൗണ്ട് അലോട്ട്മെൻറ്റുകളാണ് നടക്കുന്നത്. റൗണ്ട് 1, റൗണ്ട് 2, മോപ്പപ്പ് റൗണ്ട് ആൻഡ് സ്ട്രേ വേക്കൻസി. ഇതിൽ ആദ്യ 3 ഘട്ടങ്ങളിൽ നമ്മളെ പരിഗണിക്കണമെങ്കിൽ നമുക്ക് ഒരിക്കൽ മാത്രമേ ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള അനുവാദമുള്ളൂ. അതായത് ഈ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് MBBSനോ BDSനോ ഗവൺമെൻറ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ നമുക്കൊരു സീറ്റ് വേണമെങ്കിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ഒരിക്കൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാത്ത ഒരു ഓപ്ഷൻ പിന്നീട് 4ാം ഘട്ട അലോട്ട്മെൻറ്റിൽ സ്ട്രേ വേക്കൻസിയിൽ ഒരു ഒഴിവുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഓപ്ഷൻ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് പ്രക്രിയയിലൂടെ ഈ പറയുന്ന MBBSൻ്റെയോ BDSൻ്റെയോ ഏതെങ്കിലും ഒരു സീറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ആദ്യ ഘട്ടത്തിൽ തന്നെ മുഴുവൻ ഓപ്ഷനുകളും കൊടുക്കേണ്ടതാണ്. എന്നാൽ ഈ അധ്യയന വർഷം ഒരു കാരണവശാലും പോകില്ല എന്ന് പറയുന്ന ഒരു കോഴ്സോ കോളേജോ നിങ്ങളുടെ ഓപ്ഷനിൽ ഉണ്ടാവുകയും ചെയ്യേണ്ട. നിങ്ങളുടെ റാങ്കിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കോളേജ് ആയിരിക്കണം ഏറ്റവും ആദ്യം ഉണ്ടാവേണ്ടത്. അത് MBBS ആണെങ്കിലും BDS ആണെങ്കിലും ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും നമുക്ക് പ്രവേശനം കിട്ടുമോ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നോക്കേണ്ടതായിട്ടില്ല. ഏതൊരു റാങ്കുള്ള വ്യക്തിക്കാണെങ്കിലും, കേരള മെഡിക്കൽ റാങ്ക് 1 ഉള്ളതാണെങ്കിലും കേരള മെഡിക്കൽ റാങ്ക് 30,000 ഉള്ളയാളാണെന്നുണ്ടെങ്കിലും ഓപ്ഷനെ സമീപിക്കേണ്ടത് നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള കോളേജ് 1ാമത്, ആ കോളേജിലെ കോഴ്സ് 1ാമത്. അത് കിട്ടിയില്ല എങ്കിൽ അതിന് തൊട്ട് താഴെ ഏതിനാണോ നമ്മൾക്ക് ആഗ്രഹം അത് 2ാമത്. വീണ്ടും അങ്ങനെ നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ നമ്മുടെ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ നമ്മളുടെ റാങ്ക് വരുമ്പോൾ മാത്രമേ നമ്മളുടെ ഓപ്ഷൻ എന്താണെന്ന് പരിഗണിക്കുന്നുള്ളൂ. 100 റാങ്കുള്ള ഒരാൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ 99 വരെയുള്ള ഒരു കുട്ടിയുടെ ഓപ്ഷനുകളെല്ലാം പരിഗണിച്ച് അവർക്കൊരു സീറ്റ് കൊടുത്തിട്ട് മാത്രമേ 100ാം റാങ്കുള്ള നമ്മളുടെ ഓപ്ഷൻ എന്താണെന്ന് നോക്കുന്നുള്ളൂ. അതുകൊണ്ട് റാങ്കിനാണ് പ്രാധാന്യം. നമ്മളുടെ റാങ്ക് വരുമ്പോൾ നമ്മളുടെ 1ാമത്തെ ഓപ്ഷൻ മുതൽ നമുക്ക് ജനറലായിട്ടും മറ്റേതൊക്കെ റിസർവേഷനുകളോ സ്പെഷ്യൽ റിസർവേഷനോ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മളുടെ 1ാമത്തെ ഓപ്ഷൻ മുതൽ തരാനായി എൻട്രൻസ് കമ്മീഷണർ മാക്സിമം പരിശ്രമിക്കും. അങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് ഒരു വേക്കൻസി സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ആദ്യം ഏറ്റവും മുകളിൽ നിന്ന് നോക്കിയിട്ട് ആദ്യ വേക്കൻസിയാണ് നമുക്ക് തരുന്നത്. നമ്മൾ കൊടുത്തിരിക്കുന്ന മുഴുവൻ ഓപ്ഷനുകളും പരിഗണിച്ച് അതിലൊരു വേക്കൻസി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തൊട്ടടുത്തുള്ള റാങ്കുകാരനെ പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഏറ്റവും നല്ല കോളേജുകളുടെ ഓർഡർ അനുസരിച്ച് ഈ അധ്യയന വർഷം ഈ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് പ്രവേശനം ആഗ്രഹിക്കുന്നുവോ, ഏറ്റവും മിനിമം ഏതൊരു പ്രവേശനം ആഗ്രഹിക്കുന്നുവോ അതുവരെയുള്ള ഓപ്ഷൻ, അത് MBBS ആണെങ്കിലും BDS ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും മിനിമം ഏത് കോഴ്സിനെങ്കിലും ഏത് സീറ്റെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നു അത്രയും ഓപ്ഷനുകൾ ഈ ആദ്യ ഘട്ടത്തിൽ തന്നെ കൊടുക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും നമ്മൾ എൻട്രൻസ് കമ്മീഷണർക്ക് ഫീസ് അടയ്ക്കുകയും നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ തന്നെ കോളേജിൽ ജോയിൻ ചെയ്യുകയും ചെയ്യണം. മെഡിക്കലിന് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും മുഴുവൻ ഫീസും അടച്ച് നമ്മൾ കോളേജിൽ ചെന്ന് അഡ്മിഷൻ ഉറപ്പാക്കേണ്ടതാണ്. അങ്ങനെ അഡ്മിഷൻ എടുത്താൽ മാത്രമേ നമ്മളെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുകയുള്ളൂ. നമുക്കൊരു സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നമ്മളുടെ മുകളിലോട്ടുള്ള ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ അവ നമുക്ക്
പരിഗണിക്കാൻ, വീണ്ടും നമ്മുടെ പ്രിഫറൻസ് ഓർഡർ പരിഗണിക്കാൻ നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിനെയും തേർഡ് അലോട്ട്മെൻറ്റിനെയും ഒക്കെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ മാക്സിമം ഓപ്ഷൻ കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും അലോട്ട്മെൻറ്റ് കിട്ടിയാൽ പോകില്ല എന്ന് പറയുന്ന ഒരു കോളേജോ കോഴ്സോ നിങ്ങളുടെ ഓപ്ഷനിൽ ഉണ്ടാവുകയും ചെയ്യരുത്. എൻട്രൻസ് കമ്മീഷൻ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. ഓഗസ്റ്റ് 4-ാം തീയതി രാത്രി വരെയാണ് ഓപ്ഷനുകൾ കൊടുക്കാനുള്ള അവസരം. ആ സമയം വരെ എപ്പോൾ വേണമെങ്കിലും, ഇപ്പോൾ ഇന്ന് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാലും നാളെ നമുക്ക് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. 4-ാം തീയതി രാത്രി വരെ നമ്മളുടെ ഓപ്ഷനുകളെ പുനർക്രമീകരിക്കാനും വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് അവസരമുണ്ട്. നമുക്ക് കേരളത്തിൻ്റെ സൈറ്റിൽ നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ സേവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഓപ്ഷൻ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. MBBSനും BDSനും ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ഓപ്ഷനുകൾ കൊടുക്കുവാനായി 5000 രൂപ 5000 റുപ്പീസാണ് രജിസ്ട്രേഷൻ ഫീസ്. അത് ഫീസിൽ ഉൾക്കൊള്ളുന്ന തുകയാണ് താനും. നമുക്ക് ഗവൺമെൻറ് മേഖലയിൽ പ്രവേശനം കിട്ടിയാൽ, സ്വകാര്യ മേഖലയിൽ പ്രവേശനം കിട്ടിയാൽ അതിൻ്റെ ബാക്കി തുക മാത്രം നമുക്ക് അടച്ചാൽ മതിയാകും. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് പോയില്ല എങ്കിൽ, ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ നമുക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് പോയില്ല എങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടമാകും. നമുക്ക് യാതൊരു അലോട്ട്മെൻറ്റും കിട്ടുന്നില്ല എങ്കിൽ 2026 ഫെബ്രുവരിയോടുകൂടി ഈ പൈസ നമ്മളുടെ അക്കൗണ്ടിൽ വരികയും ചെയ്യും. SC ST അതുപോലെ തന്നെ ഫീസ് കൺസെഷൻ അർഹതയുള്ളവർക്കെല്ലാം 500 രൂപ മാത്രമാണ് രജിസ്ട്രേഷൻ ഫീസ്. 4-ാം തീയതി രാത്രി വരെ കൊടുത്തിരിക്കുന്നവരുടെ ഓപ്ഷൻ മാത്രമേ ആദ്യ 3 ഘട്ടങ്ങളിൽ പരിഗണിക്കുകയുള്ളൂ. അതനുസരിച്ച് നമ്മളുടെ റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ 5-ാം തീയതി ഒരു പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രഖ്യാപിക്കും. നമുക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാനായിട്ട് ഒരു ദിവസമുണ്ട്. അങ്ങനെ 6-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. അതിനുശേഷം കേരള മെഡിക്കലിൻ്റെ ഡേറ്റാ ഷീറ്റ്, ഇപ്പോൾ സൈറ്റിൽ വന്നിരിക്കുന്നത് എഞ്ചിനീയറിങ്ങിൻ്റെ ഡേറ്റാ ഷീറ്റാണ്. 6-ാം തീയതിയോടുകൂടി മാത്രമേ കേരള മെഡിക്കൽ ഡേറ്റാ ഷീറ്റ് നമ്മളുടെ പ്രൊഫൈൽ വരികയുള്ളൂ. 6-ാം തീയതി മുതൽ നമ്മളുടെ കേരള മെഡിക്കൽ ഡേറ്റാ ഷീറ്റും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കേണ്ട തുക അടയ്ക്കുകയും അതിൻ്റെ റെസിപ്റ്റുമായിട്ട് നമുക്ക് നേരെ കോളേജിൽ ചെന്ന് പ്രവേശനം നേടാൻ സാധിക്കും. ഓഗസ്റ്റ് 12-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് കോളേജിൽ ചെന്ന് പ്രവേശനം നേടാനുള്ള അവസരം. ആദ്യഘട്ട അലോട്ട്മെൻറ്റിൽ നമുക്കൊരു സീറ്റ് ലഭിച്ചിട്ട് പോകാത്തവരെ എല്ലാം ഒഴിവാക്കി 2-ാം ഘട്ട അലോട്ട്മെൻറ്റ് തുടർന്ന് ആഗസ്റ്റ് അവസാനത്തോടുകൂടി നടത്തും. ഓൾ ഇന്ത്യയുടെ അലോട്ട്മെൻറ്റിന് ശേഷം നമുക്ക് യാതൊരുവിധ അലോട്ട്മെൻറ്റും ആദ്യഘട്ടത്തിൽ കിട്ടിയില്ലെങ്കിലും അവരെയും 2-ാം ഘട്ട അലോട്ട്മെൻറ്റിന് പരിഗണിക്കുകയും ചെയ്യും. ആകെയുള്ള ഗവൺമെൻറ്റിൻ്റെയും സ്വകാര്യ മേഖലയിലെയും സീറ്റുകളുടെ 50% യാതൊരുവിധ റിസർവേഷനുകളും നോക്കാതെ മെറിറ്റിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ 50% സീറ്റുകൾ അനുവദിക്കും. അതിനുശേഷം മൊത്തം സീറ്റിൻ്റെ 10% EWS കാറ്റഗറിക്കും, ബാക്കിയുള്ള റിസർവേഷൻ്റെ ഈഴവ, മുസ്ലിം, ബാക്ക്വേർഡ് ഹിന്ദു അങ്ങനെ വിവിധ ശതമാനത്തിനനുസരിച്ച് ജനറലായിട്ടും ഈ റിസർവേഷൻ കാറ്റഗറിക്ക് ഈ പേഴ്സൻറ്റേജ് അനുസരിച്ച് റിസർവേഷനും പരിഗണിക്കും. ഗവൺമെൻറ് MBBSന് 23,150 രൂപയാണ് ആകെ ഫീസ്. അതിൽ 5000 നമ്മൾ രജിസ്ട്രേഷൻ സമയത്തും ബാക്കിയുള്ള തുക അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന 7-ാം തീയതി മുതൽ നമുക്ക് വെബ്സൈറ്റ് വഴി അടയ്ക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത പോസ്റ്റ് ഓഫീസ് വഴി അടയ്ക്കാൻ സാധിക്കും. BDSനാണെങ്കിൽ 20,840 രൂപയാണ് ഗവൺമെൻറ് ഫീസ്. അതിനും രജിസ്ട്രേഷൻ ഫീസ് കഴിഞ്ഞിട്ടുള്ള തുക അടച്ചാൽ മതിയാകും. 2024 പ്രവേശനം നേടുമ്പോൾ സ്വകാര്യ മേഖലയുടെ ഫീസാണ് ഈ കാണിച്ചിരിക്കുന്നത്. 20 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ കഴിഞ്ഞ വർഷത്തെ ഫീസായിരുന്നു ഇത്. ഈ തുക ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി പുനർക്രമീകരിക്കുകയാണെങ്കിൽ ആ കൂടുതലായിട്ട് അടയ്ക്കുന്ന തുകയും നമ്മൾ അടയ്ക്കേണ്ടതായി വരും. ഇതിൽ 5000 രൂപ നമ്മൾ രജിസ്ട്രേഷൻ സമയത്തും ബാക്കി 95,000 രൂപ അലോട്ട്മെൻറ്റ് കിട്ടുന്ന 7-ാം തീയതി മുതലും ബാക്കിയുള്ള തുക 12-ാം തീയതിക്കുള്ളിൽ കോളേജിലും അടച്ചു വേണം അഡ്മിഷൻ എടുക്കാൻ. NRI സീറ്റ് ആണെങ്കിൽ 21,65,000 രൂപയാണ് ഫീസ്. അതിൽ 5,000 രജിസ്ട്രേഷൻ സമയത്തും ബാക്കി 4,95,000 രൂപ അലോട്ട്മെൻറ്റ് കിട്ടുന്ന ദിവസം എൻട്രൻസ് കമ്മീഷണർക്കും ബാക്കിയുള്ള തുക കോളേജിലുമാണ് അടയ്ക്കേണ്ടത്. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 5,000 രജിസ്ട്രേഷൻ ഫീസും 95,000 എൻട്രൻസ് കമ്മീഷണർക്കും ബാക്കിയുള്ള തുകയാണ് കോളേജിൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരിക. ഈ ഫീസ് താൽക്കാലികവും ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി ഇത് റിവൈസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വരുന്ന തുക നമ്മൾ അടയ്ക്കാൻ ബാധ്യസ്ഥരായിരിക്കും.
BDSന് ഈ 18 കോളേജുകളിൽ 3,30,940 രൂപയാണ് ഫീസ്. 5,000 രൂപ രജിസ്ട്രേഷൻ സമയത്തും 95,000 രൂപ എൻട്രൻസ് കമ്മീഷനൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടുമ്പോഴും ബാക്കിയുള്ള തുക കോളേജിലും. NRI സീറ്റാണ് BDSനായി എടുക്കുന്നതെങ്കിൽ 6 ലക്ഷം രൂപയാണ് NRIയുടെ ഫീസ്. ഈ മൊത്തം തുക MBBS ആണെങ്കിലും BDS ആണെങ്കിലും ഈ തുക കൂടാതെ ഓരോ കോളേജുകളിലും ചെല്ലുമ്പോൾ PTA ഫണ്ടായിട്ടും അഡ്മിഷൻ ഫീ ആയിട്ടും ആ കോളേജിൻ്റെ പ്രോസ്പെക്ടസിലുള്ള തുക നമ്മൾ അടയ്ക്കാൻ ബാധ്യസ്ഥരായിരിക്കും. OEC വിഭാഗം, ധീവര വിഭാഗം, രജിസ്റ്റേർഡ് ഫിഷർമാൻ വിഭാഗം, KN, KU, SC, ST എന്നീ കാറ്റഗറിക്കാർ, ട്യൂഷൻ ഫീസ് ഒഴിവാക്കിയ കാറ്റഗറിക്കാർ 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടത്. അലോട്ട്മെൻറ്റ് കിട്ടുമ്പോഴോ കോളേജിൽ പ്രവേശനം നേടുമ്പോഴോ യാതൊരുവിധ ട്യൂഷൻ ഫീസുകളും അടയ്ക്കേണ്ടതായിട്ടില്ല. എന്നാൽ മറ്റു കുട്ടികൾ അടയ്ക്കുന്നത് പോലെ തന്നെ സ്പെഷ്യൽ ഫീസ് ഇനത്തിലും അഡ്മിഷൻ ഫീസ് ഇനത്തിലും മറ്റു കുട്ടികൾ അടയ്ക്കുന്ന തുക, ഹോസ്റ്റൽ ഫീസ്, അങ്ങനെ ഡ്രസ്സ്, സ്റ്റഡി മെറ്റീരിയൽ എല്ലാത്തിൻ്റെയും ആയിട്ട് ഓരോ കോളേജിലുമുള്ള തുക ഈ വിഭാഗക്കാരും അടയ്ക്കേണ്ടതായി വരും. അതുകൊണ്ട് ഓരോ കോളേജിലും പ്രവേശനത്തിന് ചെല്ലുന്ന ഫീസ് സൗജന്യമുള്ള വിദ്യാർത്ഥികൾ ട്യൂഷൻ ഫീസ് ഒഴികെയുള്ള തുക കരുതേണ്ടതായിട്ടുണ്ട്. നമുക്ക് നാഷണാലിറ്റി കൊണ്ടോ നേറ്റിവിറ്റി കൊണ്ടോ കേരള മെഡിക്കൽ ഫലം തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, വിത്ത് ഹെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2-ാം തീയതി 3 മണിക്ക് മുമ്പ് അവ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ, എൻട്രൻസ് കമ്മീഷർക്ക് ഇമെയിൽ ചെയ്ത് കൊടുത്ത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കും അവരുടെയും ഓപ്ഷൻ ഇപ്പം തന്നെ കൊടുക്കാം, അവരുടെയും ഓപ്ഷനുകൾ പരിഗണിക്കുന്നതായിരിക്കും. കേരള മെഡിക്കൽ റാങ്കിനനുസരിച്ച് കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെയും സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെയും ഒക്കെ അതുപോലെ തന്നെ BDSൻ്റെയും ഒക്കെ ഓപ്ഷനുകളാണ് 4-ാം തീയതി വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. അത് 4-ാം തീയതി വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങളുടെ മാക്സിമം ഓപ്ഷനുകൾ സേവ് ചെയ്യുകയും അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യണം. രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുന്നു, ഓപ്ഷനുകൾ കൊടുക്കുന്നു, അത് സേവ് ചെയ്യുന്നു, അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുക. ആ പ്രിൻ്റ് ഔട്ടാണ് നമ്മൾ ഓപ്ഷനുകൾ സേവ് ആയി എന്നുള്ളതിൻ്റെ തെളിവ്. വേറെ സബ്മിറ്റ് ചെയ്യാനോ അപ്ഗ്രേഡ് ചെയ്യാനോ സെൻഡ് ചെയ്യാനോ ഒന്നുമില്ല, ഒന്നും നമുക്ക് ഇമെയിൽ ചെയ്ത് കൊടുക്കാനും ഇല്ല. പക്ഷേ നമ്മൾ ഓപ്ഷനുകൾ സേവ് ചെയ്ത് ആ സേവ് ചെയ്ത പ്രിൻ്റഡ് ഓപ്ഷൻസ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ വശങ്ങളുമായിട്ട് എങ്ങനെയാണ് ഓപ്ഷനുകൾ കൊടുക്കുന്നത്, എങ്ങനെയാണ് പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് വൈകുന്നേരത്തെ ലൈവ് സെഷനിൽ ചർച്ച ചെയ്യാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.